പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം അമ്മയുടെ തിരുമുൻപിൽ അണയുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയാണ്. നമ്മുടെ വീടുകളിൽ തർക്കങ്ങളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവർ, സ്നേഹബന്ധങ്ങളിൽ അകൽച്ച വന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവർ, മക്കളുടെ ഭാവിയോർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുമുൻപിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. കൃപാസനം അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഇന്ന് നമ്മുടെ ഓരോ വീടുകളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ദൈവിക സമാധാനം കൊണ്ടുവരും. നിങ്ങളുടെ മധ്യസ്ഥ അപേക്ഷകളും ഭാരങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നമുക്കൊരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, സമാധാനമുള്ള ഒരു കുടുംബം എന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ പലപ്പോഴും ചെറിയ തെറ്റിദ്ധാരണകളും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും നമ്മുടെ വീടുകളിലെ സന്തോഷം തല്ലിക്കെടുത്താറുണ്ട്. ഒരു ഭവനത്തിൽ ദൈവസാന്നിധ്യവും പ്രാർത്ഥനയും കുറയുമ്പോഴാണ് അശാന്തി കടന്നു വരുന്നത്. എന്നാൽ സങ്കടങ്ങളുടെ നടുവിൽ മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവർ മാറട്ടെ എന്ന് ചിന്തിക്കാതെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞാൻ ആദ്യം തയ്യാറാണോ? ഇന്ന് നമ്മുടെ വീടുകളെ ഈശോയുടെ തിരുഹൃദയത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കാം. മാതാവിൻ്റെ കൃപാസനം അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ഭവനങ്ങളിൽ ദൈവം വീണ്ടും സന്തോഷം നിറയ്ക്കും. കർത്താവിൻ്റെ വചനം ഈ നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി നൽകും. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് സങ്കീർത്തനങ്ങൾ 29:11 പറയുന്നു. ഈ ദൈവവചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ മാതാവേ, എൻ്റെ വീടിൻ്റെ അസ്വസ്ഥതകളിലേക്ക് അവിടുത്തെ സമാധാനം അയക്കണമേ. എൻ്റെ കുടുംബത്തെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഈ നിമിഷം നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ പങ്കുവച്ചിട്ടുള്ളത് വിവിധങ്ങളായ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശരീര സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ പ്രത്യേകമായി ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ജീവിത പങ്കാളിയെ തേടുന്നവർക്കും വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നവർക്ക് വേണ്ടിയും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കാം. കടബാധ്യതകളും സാമ്പത്തിക ഭാരങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് ഒട്ടുമിക്ക ഭവനങ്ങളിലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ജോലി സാധ്യതകൾക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാസികളായ സഹോദരങ്ങളുടെ സുരക്ഷിതത്വത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠനത്തിൽ ശ്രദ്ധയും ജ്ഞാനവും തേടുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കാം. തുടങ്ങി നിരവധിയായ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ നിമിഷം നിങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങൾ അമ്മയെ ഏൽപ്പിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ കൃപാസനം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്.
ഈ നിമിഷം നമുക്ക് ഭക്തിപൂർവം കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുഴുവനായും ചൊല്ലുകയാണ്. എന്നുവെച്ചാൽ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു വിശ്വാസ പ്രമാണം. 7 സ്വർഗസ്ഥനായ പിതാവേ, 7 നന്മ നിറഞ്ഞ മറിയമേ, ഇങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നാം കൃപാസനം അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗവും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ തകർച്ചകൾ, ആധ്യാത്മികമായ പരാജയങ്ങൾ, എല്ലാ മേഖലയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കൃപാസനം അമ്മേ, ഞങ്ങൾ സമർപ്പിച്ച എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. കൃപാസനം പ്രസാദപരമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് കൂടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ വീടുകളിലെയും അസ്വസ്ഥതകൾ മാറ്റി ദൈവിക സമാധാനം നൽകണമേ. മാതാപിതാക്കളും മക്കളും തമ്മിലും ദമ്പതികൾ തമ്മിലുള്ള ബന്ധങ്ങളെയും അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പുതിയ വഴികളും തുറന്നു നൽകണമേ. പ്രത്യാശയില്ലാതെ നിൽക്കുന്നവർക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ കൃപാസനം അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മയുടെ ദിവ്യകുമാരനോട് അപേക്ഷിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കും ആശ്വാസമാക്കുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുക. നാളെയും ഈ സമയം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നാളെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷിതരാക്കുക. പരിശുദ്ധ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.